കനത്ത ചൂടിൽ കോഴിക്കോട് ജില്ലയിൽ വ്യാപക കൃഷിനാശം. ഏക്കർ കണക്കിന് ഏത്തവാഴ കൃഷിയും പച്ചക്കറി കൃഷിയും അടക്കമാണ് കരിഞ്ഞുണങ്ങിയത്. കൃഷിവകുപ്പിൽ നിന്ന് അടിയന്തര സഹായം ലഭിക്കണമെന്നാണ് കൃഷിക്കാരുടെ ആവശ്യം. ബാലുശ്ശേരി, ഉള്ളിയേരി, ചെറുവയൽ, മാവൂർ തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിലെ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഇടവിള നെൽകൃഷി, ഏത്തവാഴ, മറ്റു പച്ചക്കറി കൃഷികൾ എന്നിവ വേനലിൽ കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. പതിനായിരക്കണക്കിന് ഏത്തവാഴകളാണ് മൂപ്പത്തു മുമ്പേ വാടി വീണിരിക്കുന്നത്. ചൂട് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രീൻ്റെ മുകളിൽ കടന്നുകൊണ്ട് വാഴകൾ താനേ പൊട്ടിക്കൊണ്ടിരിക്കുക. 1400 ചില വാഴയുണ്ട്. തുണക്കാരനൊരാളുടെ അയാൾ വീണ് പോയിക്കാനില്ല ഇട്ടിട്ട് പിന്നെ കിടന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടു നോക്കി ഒരു കാര്യമില്ല. വെള്ളരി, ചീര, പയർ തുടങ്ങിയ പച്ചക്കറി കൃഷികളടക്കം ഉണങ്ങി നിൽക്കുകയാണ്. നനയ്ക്കാൻ വെള്ളമില്ലാതെ കർഷകരും നെട്ടോട്ടമോടുന്നു. വേനൽ മഴ ലഭിക്കാത്തതിനാൽ തോടുകളും കിണറുകളും വറ്റി വരണ്ടു കഴിഞ്ഞു. കണക്കിന് പോവുകയാണെങ്കിൽ വരുന്നവർക്ക് വാഴ വെക്കില്ല, കൃഷിയിലേക്ക് ഇറങ്ങിയില്ല. ഗവൺമെൻറ് എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ തിരക്കില്ല. കൃഷിഭവനിൽ ചോദിച്ച പോലെ എന്ന് വെച്ചാൽ വരൾച്ച അമിതമായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നും പറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് പോരുകയും ചെയ്തു. 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ജില്ലയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ആദ്യമായാണ് ഇത്രയും ചൂട് അനുഭവപ്പെടുന്നതെന്ന് കർഷകർ പറയുന്നു. ബാങ്ക് ലോൺ എടുത്തും കടം വാങ്ങിയുമാണ് പലരും കൃഷിയിറക്കിയത്. ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ധനസഹായം ചെയ്യില്ലെങ്കിൽ ജീവിതം പ്രതിസന്ധിയിലാകുമെന്നാണ് കർഷകർ പറയുന്നത്. ജനം, കോഴിക്കോട്.